വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം നിലച്ചതോടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈസ്റ്ററും വിഷുവും ഉൾപ്പെടുന്ന ഉത്സവ സീസൺ കാറ്ററിംഗ് മേഖലയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചത്. ചെറുകിട യൂണിറ്റുകൾ പലതും ഇതിനോടകം തന്നെ പൂട്ടിക്കഴിഞ്ഞു. വിറക് അടുപ്പുകൾ കൊണ്ട് ലഭിക്കുന്ന ഓർഡറുകൾ മുഴുവനാക്കാൻ അവർ പല കാറ്ററിംഗ് സംവിധാനങ്ങൾക്കും സാധിക്കുന്നില്ല. കോവിഡ് കാലത്തേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. പാചകവാതക പ്രതിസന്ധി വലിയ രീതിയിൽ വിവിധ മേഖലകളെ ഗുരുതരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹോട്ടലുകളും അതോടൊപ്പം തന്നെ കാറ്ററിംഗ് മേഖലയിലും എല്ലാം തന്നെയാണ്. കാരണം അവർക്കാണ് ഗ്യാസിൽ വളരെയധികം ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഉത്സവകാല സീസണാണ്. ഈസ്റ്ററും വിഷുവും എല്ലാം തന്നെ അടുത്ത് വരുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ കാറ്ററിംഗ് മേഖലയ്ക്ക് ഏറ്റവും ഗുണകരമായ ഒരു സീസൺ എന്നെല്ലാം തന്നെ പറയുന്ന ഈസ്റ്റർ വിഷു സീസൺ എല്ലാം തന്നെ വരുമ്പോഴാണ് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. വിറകടുപ്പുകൾ ഉള്ള ഒരു കാര്യത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അത് ഇവർക്കെല്ലാം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കാണുന്നത് ഈ കാറ്ററിങ്ങിലെ അവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇവർക്ക് തീ കാര്യങ്ങൾ അതിൻ്റെ തീയുടെ തോത് കൂട്ടിയും കുറയ്ക്കുകയും എല്ലാം വേണം. ഗ്യാസ് അടുപ്പാകുമ്പോൾ അത് ക്രമീകരിക്കാനെല്ലാം തന്നെ പറ്റും. പക്ഷേ വിറകടുപ്പിലേക്ക് മാറി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ചൂട് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തീ കുറയ്ക്കുക എന്നെല്ലാം തന്നെ നമ്മൾ പറയുന്നത് ഇതേപോലെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഉള്ള ഒരു കാറ്ററിംഗ് സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഹോട്ടലുകൾ പോലുള്ള ഇടങ്ങളിലെല്ലാം നിലവിലുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഗ്യാസ് അടുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഒരു വലിയ നാളുകളായി നമ്മൾ ദീർഘകാലമായിട്ട് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറുക എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതിനു വേണ്ടി പ്രത്യേക അടുപ്പുകൾ ക്രമീകരിക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഇതുപോലെ തീ കൂട്ടാനും കുറയ്ക്കാനുമുള്ള വിഷയങ്ങളെല്ലാം ഈ രീതിയിൽ മാനുവലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ വലുതാണ്. ഇപ്പോൾ നമ്മളുള്ളത് വരാപ്പുഴ ഭാഗത്ത് കൂനമാവ് ഭാഗത്തുള്ളൊരു കാറ്ററിംഗ് മേഖലയാണ്. സുമേഷ് ഡെലീഷ്യസ് എന്ന് പറയുന്നൊരു കാറ്ററിംഗ് സ്ഥലത്താണുള്ളത്. വൻകിട കാറ്ററിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ പല രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ നഗരത്തിൽ നിന്ന് വിട്ട ഇവിടേക്കെല്ലാം വരുമ്പോൾ ചെറുകിട കാറ്ററിംഗ് മേഖലകൾ വീടിനോട് ചേർന്നുള്ള ഇടങ്ങൾ ഇവരെല്ലാം നേരിടുന്ന പ്രതിസന്ധികൾ വലുതാണ്. സുമേഷ്, ഇതിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സീസണിലേക്ക് വരുന്നു. സാധാരണ വലിയ ഓർഡറുകൾക്ക് കിട്ടുന്നൊരു സമയമാണ്. പക്ഷേ നിലവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഓർഡറുകൾ ഏറ്റെടുക്കാൻ പറ്റുന്നുള്ളൂ. സാധാരണ ഈസ്റ്ററിനും വിഷുവിനും മറ്റു ഉത്സവത്തിനും എല്ലാം തന്നെ ചെയ്യുന്നതാണല്ലോ, ഓണത്തിനെല്ലാം. പക്ഷേ ഇത്തവണ എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ ഇത് നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്, ഇന്നും നാളെ ഗ്യാസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ഓർഡറുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ഈ നോയമ്പൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം കല്യാണങ്ങളുടെ ഓർഡറുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഗ്യാസ് ഏജൻസി ചെല്ലുമ്പോൾ അവർ ഗ്യാസ് വന്നിട്ടില്ല, വരുമ്പോൾ തരാം എന്ന് പറയല്ലാതെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കിവിടെ 10-12 ഗ്യാസ് അടുപ്പുകളുണ്ട്. ഒരു ദിവസം 3-4 കുറ്റികൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി കാരണം നമുക്ക് വിറകിലൊക്കെയാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതെ അതെ. ഇതിപ്പോൾ നമ്മൾ എല്ലാ അടുപ്പും ഒക്കെ കൂടി ഒരു 15 അടുപ്പോളം നമ്മൾ ഗ്യാസിൽ കത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമുക്കൊരു 8ഓളം തൊഴിലാളികൾ, 8 കുടുംബം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. ഇപ്പം നമുക്കെല്ലാം പണിയില്ലാത്ത കാരണം, പണി നമ്മൾ എടുക്കാത്ത കാരണം നമ്മൾ ഇത്തരം ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈസ്റ്ററിന് ഞങ്ങൾ ഫാമിലി പാക്ക് എന്ന് പറഞ്ഞ 100ഓളം കുടുംബങ്ങൾ നമ്മളുടെ സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫാമിലി പാക്ക് ഭക്ഷണം. അതിപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു പ്രതിസന്ധി കാരണം നമ്മൾ ഒരു വിശ്വസിച്ച് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ചെയ്യുന്നില്ല. വിറകടുപ്പിൽ നമുക്ക് ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പാകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗ്യാസ് പോലെ കുറക്കാനും കൂട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം ചെയ്യാൻ. പിന്നെ കുക്കറുകൾ അതൊന്നും നമുക്ക് വിറകടുപ്പിൽ വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് വരാപ്പുഴ മേഖലയിൽ തന്നെ കുറേ കാറ്ററിംഗ് എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെയൊക്കെ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? തൊഴിലാളികൾ ഇപ്പം 3 പേരിപ്പം സ്ഥിരം നമുക്ക് ഉണ്ടായിരുന്നാണ്. അവരിപ്പോൾ നമ്മൾ വിളിക്കണില്ല എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ബുദ്ധിമുട്ട്. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും ഓരോ സ്ഥാപനങ്ങൾ എല്ലാവരാണെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ അടച്ച് നമ്മൾ ചെറിയൊരു അനുമാനമാണെങ്കിലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നമുക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇപ്പോൾ നമ്മുടെ തൊഴിലാളികളുടെ വീട്ടിൽ ഇപ്പോൾ വാടക താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഇവിടുത്തെ ഗ്യാസ് വലിയ കുറ്റിയൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഗ്യാസ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്.
അപ്പോൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ അടുത്താണ് വന്ന് ചോദിക്കണത് ഒരു കുറ്റി സംഘടിപ്പിച്ച് തരുമെന്നൊക്കെ. ഇത് ഇന്ന് തീരുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെ, അവരും ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾ നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. ഇന്ത്യ ഗ്യാസ് ഏജൻസി നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് അവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഇതാണ് അവർ പറയണത്. നമുക്ക് ഹോട്ടലുകൾക്കൊക്കെ കുറച്ച് കൊടുത്തു തുടങ്ങി, ഹോട്ടലുകളൊക്കെ തുറന്നു തുടങ്ങി. പക്ഷേ ഇതിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം അതെ, നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എല്ലാം നമുക്ക് ഈ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ വർക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവരും പേടിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഈസ്റ്റർ കഴിഞ്ഞാൽ ഈ ഉള്ള കല്യാണങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഒരു പ്രതിസന്ധി. കാരണം ഈ ഒരു നോമ്പ് കാലം കഴിയുന്നു, ഈസ്റ്ററിലും ഇതെല്ലാം കഴിയുമ്പോൾ പിന്നീട് കാത്തിരിക്കുന്നത് കല്യാണ ആഘോഷങ്ങളും എല്ലാം തന്നെ വളരെ വിപുലമായിട്ട് നടക്കുന്ന, വളരെ ആഘോഷപൂർവ്വമാണ് എല്ലായിടത്തും നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റേതെല്ലാം ആയ ഒരു പകിട്ട് ഇവരിലേക്കും എത്തണമെങ്കിൽ ഈ ഒരു പ്രതിസന്ധി മാറണം. പക്ഷേ നിലവിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ ഒരു ആഴം അതെങ്ങനെയാണ് ഇനി അത് മറികടക്കുക എന്ന ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ കടന്നു വരുന്ന ഈസ്റ്റർ, വിഷു ആഘോഷങ്ങളുമെല്ലാം പ്രതിസന്ധി ഇത് മൂലം അവർക്ക് ഓർഡറുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ. ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു കാഠിന്യം അനുഭവിക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.